महाभारतं महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. കാട്ടിൽ പോയി തിരിച്ചെത്തിയ ദുര്യോധനനോട് ഭീഷ്മർ ഇപ്രകാരം പറയുകയാണ്: ഉണ്ണി, നീ തപോവനത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ ഈ യാത്ര നന്നല്ലെന്നും ഈ ഉദ്യമം നിനക്ക് ചേർന്നതല്ലെന്നും ഞാൻ പറഞ്ഞില്ലേ? അത് കേൾക്കാതെ നീ പോയതുകൊണ്ട് വീരനായ നിന്നെ ശത്രുക്കൾ ബലാൽ പിടികൂടുകയും പാണ്ഡവന്മാരെ കൊണ്ട് നിനക്ക് മോചനം സിദ്ധിക്കേണ്ടി വരികയും ചെയ്തു. ഇതിനെപ്പറ്റി നിനക്കിപ്പോൾ ലജ്ജ തോന്നുന്നില്ലേ? മാത്രമല്ല, നിന്റെയും നിന്റെ സൈന്യത്തിന്റെയും മുമ്പിൽ വെച്ച് ആ യുദ്ധത്തിൽ ഗന്ധർവന്മാരെ ഭയപ്പെട്ട് ഓടിപ്പോയില്ലേ ആ സൂതപുത്രനായ കർണൻ? നീ സൈന്യത്തോടുകൂടി ഭയപ്പെട്ട് നിലവിളിച്ചപ്പോൾ മഹാത്മാക്കളായ പാണ്ഡവന്മാരുടെയും സൂതപുത്രനായ കർണന്റെയും വിക്രമം നീ പ്രത്യക്ഷമായി കണ്ടില്ലേ? അസ്ത്രവിദ്യയിലോ ശൗര്യത്തിലോ ധർമ്മത്തിലോ പാണ്ഡവന്മാർക്കുള്ള പ്രശസ്തിയിൽ 1/4 പോലും കർണനില്ലെന്ന് ധർമ്മവത്സലനായ നീ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് സന്ധികുശലനായ നീ നിന്റെ ശ്രേയസ്സിനു വേണ്ടി പാണ്ഡവന്മാരോട് സന്ധി ചെയ്യുകയാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദുര്യോധനൻ മറുപടി ഒന്നും പറയാതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്ത് ശകുനിയോടുകൂടെ അവിടെ നിന്ന് പോയി. ഭീഷ്മൻ പോയതിനു ശേഷം ദുര്യോധനൻ മന്ത്രിമാരോടുകൂടി ഇനി വേണ്ടുന്ന കാര്യം എന്തൊക്കെയാണ് എന്ന് ആലോചന നടത്തി. അപ്പോൾ ദുര്യോധനൻ എല്ലാവരോടും ചോദിക്കുകയാണ്: നമുക്ക് വിഹിതമായത് എന്താണ് എന്ന് ചിന്തിച്ചറിഞ്ഞ് അത് നാം തീരുമാനിക്കണം. അപ്പോൾ കർണൻ പറഞ്ഞു: നമ്മെ എപ്പോഴും നിന്ദിക്കുകയും പാണ്ഡവന്മാരെ എപ്പോഴും പ്രശംസിക്കുകയുമാണ് ഭീഷ്മർ ചെയ്യുന്നത്. ഭവാനോടുള്ള ദ്വേഷം കൊണ്ട് ആ വൃദ്ധൻ എപ്പോഴും ദ്വേഷിക്കുന്നു. ഭീഷ്മന്റെ ഈ നിന്ദ എനിക്ക് സഹിക്കുവാൻ വയ്യാതായിട്ടുണ്ട്. അങ്ങ് ഒരു കാര്യം ചെയ്യണം. എന്റെ വീര്യം എല്ലാവർക്കും കാണിച്ചു കൊടുത്തേക്കാം. ഭൃത്യന്മാരോടും സൈന്യങ്ങളോടും വാഹനങ്ങളോടും കൂടി എന്നെ ഭവാൻ ദിഗ്വിജയത്തിനായിട്ട് അയക്കണം. കാടുകളും മലകളും ഉൾപ്പെടെയുള്ള ഈ ഭൂമി മുഴുവൻ ഞാൻ വിജയിച്ചു വരാം. ബലശാലികളായ പാണ്ഡവന്മാർ 4 പേർ ചേർന്നാണ് 4 ദിക്കിലേക്ക് പോയിട്ട് ദിഗ്വിജയം നടത്തി തിരിച്ചു വന്നത്. അങ്ങനെ അവർ 4 പേർ കൂടി ജയിച്ച ഭൂമിയെ ഞാൻ ഒറ്റയ്ക്ക് കീഴടക്കാം. ദുർബുദ്ധിയും കുരുകുല അധമനുമായ ഭീഷ്മൻ അത് കാണട്ടെ. നിന്ദ്യന്മാരെ പുകഴ്ത്തുകയും അനിന്ദ്യന്മാരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആ ഭീഷ്മർ എന്റെ ബലം കണ്ട് തന്നെത്താൻ നിന്ദിച്ചു കൊള്ളട്ടെ. ഇങ്ങനെ ഒരു യാത്രയ്ക്ക് എന്നെ ഭവാൻ അനുവദിക്കണം. നിശ്ചയമായും വിജയം സിദ്ധിക്കുമെന്ന് ഞാൻ ഈ ആയുധം തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ പറഞ്ഞു: കർണ, ഞാൻ ധന്യനായി. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഭവാന് മംഗളം ഭവിക്കട്ടെ. ഈ യാത്രയ്ക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഞാൻ ചെയ്തു തരാം. അങ്ങനെ എല്ലാം തയ്യാറായപ്പോൾ കർണൻ മംഗളസ്നാനം ചെയ്ത് ശോഭനമായ നക്ഷത്രത്തിൽ ശുഭമായ തിഥിയിൽ പുണ്യമായ മുഹൂർത്തത്തിൽ വിലാളി വീരനായ കർണൻ ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെട്ടു. കർണൻ ആദ്യമായി പടയോടുകൂടി പോയിട്ട് ദ്രുപദപുരമാണ് വളഞ്ഞത്. അങ്ങനെ ആദ്യം തന്നെ ദ്രുപദനെ കീഴ്പ്പെടുത്തി. അങ്ങനെ ഒട്ടും വൈകാതെ ഭാരതത്തിന്റെ നാനാദിക്കിലും പോയി പല രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തി. അങ്ങനെ ഭൂമി മുഴുവൻ പുരുഷവ്യാഘ്രനായ ആ കർണന് കീഴിലായി. കപ്പമായി വാങ്ങിയ നിരവധി ധനത്തോടുകൂടി ഹസ്തിനാപുരിയിൽ തിരിച്ചു വന്നു ചേർന്നു. ഇങ്ങനെ ദിഗ്വിജയം കഴിഞ്ഞ് മടങ്ങിയെത്തിയ കർണനെ എല്ലാവരും ആദരപൂർവം സ്വീകരിച്ചു. ദുര്യോധനൻ പറഞ്ഞു: ഹേ മഹാബാഹോ, ഭവാന് മംഗളം ഭവിക്കട്ടെ. ഭവാൻ നാഥനായി നിൽക്കുകയാൽ ഞാൻ സനാഥനായി ഭവിച്ചിരിക്കുന്നു. മറ്റൊന്നും പറയുവാൻ ഞാൻ ശക്തനല്ല. പഞ്ചപാണ്ഡവന്മാരും മറ്റു രാജാക്കന്മാരും ഭവാന്റെ 16 പോലും യോഗ്യരല്ല.
ഞാനിപ്പോൾ അഭിമാനിക്കുന്നു. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം കർണൻ പറഞ്ഞു, ദുര്യോധന, ഭവാന്റേതായിരിക്കുന്നു ഈ ഭൂമി മുഴുവൻ. ഭവാൻ ഇന്ദ്രനെ എന്നതുപോലെ ഈ ഭൂമിയെ സംരക്ഷിച്ചാലും. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് സഹായിയായി എന്റെ കാര്യത്തിനു വേണ്ടി ഉദ്യമിക്കുന്ന ഭവാൻ ഉള്ളപ്പോൾ എനിക്ക് ദുർലഭമായി ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല. ഇനി എനിക്കൊരാഗ്രഹമുണ്ട്, അത് ഭവാൻ ശരിക്കും മനസ്സിലാക്കണം. യുധിഷ്ഠിരൻ രാജസൂയയാഗം ചെയ്ത് കണ്ടതു മുതൽ അങ്ങനെ ഒരു യാഗം എനിക്കും ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരാഗ്രഹം കൂടി ഇനി ഭവാൻ നിർവഹിക്കണം. കർണൻ പറഞ്ഞു, അതിനെന്തിനാണ് ഇത്ര താമസം? ഇന്ന് രാജാക്കന്മാരെല്ലാം ഭവാന്റെ കീഴിലായിരിക്കുന്നു. എല്ലാവരെയും വിളിക്കുക, ബ്രാഹ്മണരെ വിളിക്കുക, യജ്ഞത്തിനു വേണ്ടുന്ന ഉപകരണങ്ങളും മറ്റ് സംഭാരങ്ങളും ഒരുക്കട്ടെ. സമൃദ്ധമായ ഗുണം തികഞ്ഞ ഭവാനു വേണ്ടി അവർ മഹായജ്ഞം കൊണ്ടാടട്ടെ. ഉടനെ ദുര്യോധനൻ പുരോഹിതനെ വിളിച്ച് അഭിപ്രായം അറിയിച്ചു. പുരോഹിതൻ പറഞ്ഞു, രാജാവേ, രാജസൂയ മഹായജ്ഞം നടത്തുവാൻ അങ്ങേക്കിപ്പോൾ സാധിക്കില്ല. കാരണം അങ്ങയുടെ ജ്യേഷ്ഠനായ ധർമ്മപുത്രർ ഭവാന്റെ കുലത്തിൽ ജീവിച്ചിരിക്കുന്നു. പിന്നെയും ഒരു തടസ്സമുണ്ട്. അങ്ങയുടെ അച്ഛനായ ധൃതരാഷ്ട്രർ ദീർഘായുസ്സായി ഇരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാരണങ്ങളാലും ഭവാന് രാജസൂയയാഗം ചെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ രാജസൂയത്തിന് തുല്യമായ മറ്റ് യജ്ഞങ്ങളുണ്ട്. ആ യജ്ഞം ചെയ്യുവാൻ വിരോധമില്ല. അതിന് ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ഭവാന് കപ്പം തരുന്ന രാജാക്കന്മാർ തരുന്ന സ്വർണം, അതുകൊണ്ട് ഒരു വലിയ കലപ്പ ഉണ്ടാക്കുക. എന്നിട്ട് യാഗഭൂമിയിൽ ആ കലപ്പ കൊണ്ട് ഭവാൻ ഉഴണം. അവിടെ വെച്ച് വേണ്ടുവോളം പാകം ചെയ്ത അന്നത്തോടുകൂടി യഥാന്യായമായ യാഗം തടസ്സം കൂടാതെ നടക്കട്ടെ. ഈ യജ്ഞത്തിന് വൈഷ്ണവ യജ്ഞം എന്നാണ് പേര്. പുരാണ പുരുഷനായ വിഷ്ണു ഒഴികെ മറ്റാരും തന്നെ ഈ യജ്ഞം ചെയ്തിട്ടില്ല. രാജസൂയ യജ്ഞത്തോട് മത്സരിക്കുന്ന ഒരു യജ്ഞമാണ് ഇത്. ഞങ്ങൾക്ക് ഏറ്റവും സമ്മതമായ ശ്രേയസ്കരമായ യജ്ഞമാണ്. നിർവിഘ്നമായി അത് നടത്തിയാൽ ഭവാന്റെ മോഹം സഫലമാകും. ഇങ്ങനെ ദുര്യോധനൻ എല്ലാവരോടുമായി കൂടിയാലോചന നടത്തി. എല്ലാവരും വലിയ സന്തോഷത്തിലായി. അങ്ങനെ തന്നെ ആകാം എന്ന് സമ്മതിച്ചു. അങ്ങനെ ദുര്യോധനൻ വേലക്കാരെയും ശില്പിമാരെയും വിളിച്ച് ഉഴുവാനുള്ള കലപ്പ തീർക്കുവാൻ കൽപ്പിച്ചു. അങ്ങനെ എല്ലാ ശില്പികളും ചേർന്ന് വളരെ ഭംഗിയായ, എല്ലാ ഐശ്വര്യവും ഒത്തുചേർന്ന ഒരു സുവർണമയമായ ലാംഗലം, കലപ്പ തയ്യാറാക്കി. ഇങ്ങനെയുള്ള യജ്ഞത്തിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണപത്രവുമായിട്ട് ദുര്യോധനന്റെ ദൂതന്മാർ പല രാജ്യങ്ങളിലേക്കും പോയി. ഇങ്ങനെ പോകുന്ന ദൂതന്മാരിൽ ഒരുത്തനെ പ്രത്യേകം വിളിച്ച് ദുശാസനൻ ഇപ്രകാരം പറഞ്ഞു, വേഗത്തിൽ പോയി ദ്വൈതവനത്തിൽ ചെന്ന് പാപപുരുഷന്മാരായ പാണ്ഡവന്മാരെയും ആ കാട്ടിലുള്ള വിപ്രന്മാരെയും യഥാന്യായം ക്ഷണിക്കുക. ഇങ്ങനെ ദുശാസനന്റെ ആജ്ഞപ്രകാരം ആ ദൂതൻ ദ്വൈതവനത്തിലെത്തി യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു, മഹാത്മാവായ കൗരവേന്ദ്രൻ എന്നെ ഇങ്ങോട്ട് അയച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ധാർത്തരാഷ്ട്രന്മാർ ഭവാന്മാരെ ക്ഷണിക്കുന്നു. ഭവാന്മാർ അവിടെ വന്ന് ഇഷ്ടം പോലെ യാഗം കണ്ടാലും. യുധിഷ്ഠിരൻ വളരെ വിനയത്തോടുകൂടെ പറഞ്ഞു, ഭാഗ്യത്താൽ സുയോധന രാജാവ് കീർത്തി വർദ്ധിപ്പിക്കുമാറ് മഹായാഗം നടത്തുമാറായി ഞങ്ങളും അങ്ങ് വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് കഴിവില്ലാതെയാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ കരാറ് രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് 13 വർഷം അകന്നു വാഴുക തന്നെ വേണം. എന്നാൽ ഭീമസേനൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു, എടോ ദൂത, കത്തിയെരിയുന്ന അസ്ത്രാഗ്നിയിൽ ദുര്യോധനനെ പ്രഹരിച്ചു വീഴ്ത്തുന്നതെന്നാണോ അന്നേ ധർമ്മരാജാവ് അവിടെ വരികയുള്ളൂ എന്ന് അവനോട് ചെന്ന് പറയുക. 13 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു യുദ്ധസത്രം നടത്തുന്നുണ്ട്. അതിൽ യുധിഷ്ഠിര രാജാവ് ധൃതരാഷ്ട്രപുത്രന്മാരിൽ ക്രോധ ഹവിസ് വിടും. അപ്പോൾ മാത്രമാണ് ഞാൻ അവിടെ വരികയെന്നും ആ ദുര്യോധനനോട് പറയുക. അങ്ങനെ ദുര്യോധനനു വേണ്ടി ചെയ്യപ്പെട്ട ആ മഹാസത്രം സമംഗളം നടന്നു. എല്ലാവരും വളരെയധികം പ്രശംസിച്ചു. എന്നാൽ ഇതിനിടയിലും ചിലർ പറയുന്നുണ്ടായിരുന്നു, യുധിഷ്ഠിരൻ ചെയ്ത രാജസൂയ യാഗത്തിന്റെ അടുത്തെങ്ങും എത്തില്ല എന്നും.
എന്നാൽ കർണനൊക്കെ വളരെ വലിയ സന്തോഷത്തിലായിരുന്നു. കർണൻ പറഞ്ഞു, ഭാഗ്യത്താൽ ഭരതശ്രേഷ്ഠനായ ഭവാന്റെ മഹായാഗം നിർവിഘ്നം നടന്നു. ഇനി പോരിൽ പാണ്ഡവന്മാരെ കൊന്ന് മഹാത്മാവായ ഭവാൻ രാജസൂയ യാഗം നടത്തുമ്പോൾ എനിക്ക് വീണ്ടും ഭവാനെ പൂജിക്കുവാൻ ഇടയാകട്ടെ. ദുര്യോധനൻ പറഞ്ഞു, ഭവാൻ പറഞ്ഞത് ശരിയാണ്. കാരണം യുധിഷ്ഠിരൻ ജീവിച്ചിരിക്കുമ്പോൾ രാജസൂയ യാഗം നടത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവരെ കൊന്നിട്ട് രാജസൂയ യാഗം നടത്തണം. ദുരാത്മാക്കളായ പാണ്ഡവന്മാരെ സംഹരിച്ച് രാജസൂയ മഹായജ്ഞം നടത്തി വീരനായ ഭവാൻ എനിക്ക് അഭ്യുദയമുണ്ടാക്കും എന്ന് പറഞ്ഞ് ദുര്യോധനൻ കർണനെ ആശ്ലേഷിച്ചു. അപ്പോൾ കൗരവന്മാരോട് ദുര്യോധനൻ ചോദിക്കുകയാണ്, അല്ലയോ കൗരവന്മാരെ, സർവ പാണ്ഡവന്മാരെയും കൊന്ന് വളരെ ദ്രവ്യവയത്തോടുകൂടി അത്രയും പണം ചെലവാക്കി രാജസൂയ മഹായാഗം ഞാൻ എന്നാണ് കൊണ്ടാടുക? കർണൻ പറഞ്ഞു, അതിനധികം താമസമൊന്നും വേണ്ട. ഭവാൻ എന്റെ ശപഥം കേട്ടാലും അർജുനനെ കൊല്ലുന്നത് വരേക്കും ഞാൻ അന്യനെ കൊണ്ട് എന്റെ കാൽ കഴുകിക്കുകയില്ല. അതുവരേക്കും ഞാൻ മാംസം ഭക്ഷിക്കുകയോ മദ്യം കുടിക്കുകയോ ചെയ്യുകയില്ല. ആരെങ്കിലും വന്ന് എന്തെങ്കിലും യാചിച്ചാൽ ഞാൻ ഇല്ലെന്ന് പറയുകയും ഇല്ല. കർണന്റെ ഈ ശപഥം കേട്ടപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ഈ പ്രതിജ്ഞ കേട്ടപ്പോൾ തന്നെ പാണ്ഡവന്മാരെയൊക്കെ ജയിച്ചു കഴിഞ്ഞു എന്ന് ധാർത്തരാഷ്ട്രന്മാർ വിചാരിച്ചു. ഇങ്ങനെ ഹസ്തിനാപുരിയിൽ നടന്ന സംഭവങ്ങളെല്ലാം ചാരന്മാർ വഴി പാണ്ഡവന്മാർ അറിയുന്നുണ്ടായിരുന്നു. അർജുനനെ കൊല്ലുവാൻ കർണൻ ശപഥം ചെയ്തു എന്ന് കേട്ടപ്പോൾ ധർമ്മപുത്രരുടെ മനസ്സ് കലങ്ങി മറിഞ്ഞു. അദ്ദേഹത്തിന് വല്ലാത്തൊരു ഉത്കണ്ഠയുണ്ടായി. കർണൻ അഭേദ്യമായ കവചമുള്ളവനും അത്ഭുതവുമായ ഉഗ്രവീര്യമുള്ളവനുമാണെന്ന് ധർമ്മപുത്രർക്കറിയാം. ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ചിന്തിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിന് സമാധാനം കിട്ടാതെയായി. മാത്രമല്ല, യുധിഷ്ഠിരന് ഇങ്ങനെയൊരു മനോവിഷമം ഉണ്ടാകാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ദ്വൈതവനത്തിൽ വെച്ച് യുധിഷ്ഠിരന് ഒരു സ്വപ്നമുണ്ടായി. ദ്വൈതവനത്തിൽ കൊല്ലപ്പെടാതെ ശേഷിച്ചിട്ടുള്ള മൃഗങ്ങൾ കണ്ണുനീരോടുകൂടി വന്ന് യുധിഷ്ഠിരന്റെ മുമ്പിൽ കൈകൂപ്പി വിറച്ചുകൊണ്ട് നിന്നു. അവയോട് യുധിഷ്ഠിരൻ ചോദിച്ചു, ഹേ മൃഗങ്ങളെ, നിങ്ങൾ എന്തു പറയുവാനാണ് എന്റെ അരികെ വന്നിരിക്കുന്നത്? അപ്പോൾ ആ മൃഗങ്ങളെല്ലാം പറഞ്ഞു, ഈ ദ്വൈതവനത്തിൽ മൃഗങ്ങൾ അല്പമാത്രമായി അവശേഷിച്ചിരിക്കുന്നു. അവരാണ് ഞങ്ങൾ കൂടി അടുത്ത് തന്നെ അവസാനിക്കും. ഞങ്ങളെ മുടിക്കാതിരിക്കണമേ. ഭവാൻ ഇവിടുത്തെ താമസം അവസാനിപ്പിച്ച് മറ്റൊരു ദിക്കിലേക്ക് താമസം മാറ്റിയാലും ഭവാന്റെ സഹോദരന്മാർ ഈ കാട്ടിലെ ജന്തുവംശങ്ങളെയൊക്കെ നശിപ്പിച്ചു. ഇനി അല്പം മാത്രമേ ബാക്കിയുള്ളൂ. കുലം നശിക്കാതിരിക്കാൻ ബീജത്തിനു വേണ്ടി മാത്രം ഞങ്ങൾ അവശേഷിച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രസാദത്താൽ ഞങ്ങൾ ജീവിച്ച് കുലം വർദ്ധിപ്പിച്ചുകൊള്ളട്ടെ. പിറ്റേന്ന് പ്രഭാതത്തിൽ യുധിഷ്ഠിരൻ സഹോദരന്മാരോട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നാം 1 വർഷവും 8 മാസവുമായി അവയെ കൊന്നു തിന്നുവാൻ തുടങ്ങിയിട്ട് ഇനി നാം പാർപ്പിടമൊന്നു മാറണം. നമുക്ക് കാമ്യക വനത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. കാമ്യകം ഇപ്പോൾ വീണ്ടും മൃഗസമൃദ്ധമായിട്ടുണ്ടാകും. യുധിഷ്ഠിരന്റെ കൽപ്പന കേട്ട് പാണ്ഡവന്മാർ കൂടെ പാർക്കുന്ന ബ്രാഹ്മണരോടും ഇന്ദ്രസേനൻ മുതലായ ഭൃത്യന്മാരോടും കൂടെ വീണ്ടും കാമ്യക വനത്തിൽ എത്തിച്ചേർന്നു. ഇങ്ങനെ വസിക്കുമ്പോൾ കഷ്ടപ്പാട് നിറഞ്ഞ 11ാമത്തെ വർഷവും കഴിഞ്ഞു. എന്നാൽ ഈ ഇടയായിട്ട് ധർമ്മപുത്രർക്ക് വല്ലാത്ത ഒരു മനോവിഷമം. താൻ ചെയ്ത തെറ്റുമൂലമാണല്ലോ തന്റെ സഹോദരങ്ങൾക്കും ഇങ്ങനെയൊരു ഗതി ഉണ്ടായത് എന്ന് അദ്ദേഹം ചിന്തിച്ച് വല്ലാതെ ദുഃഖിച്ചു. ഒന്നുറങ്ങുവാൻ പോലും കഴിയാതെ നാളുകൾ കഴിച്ചു. അതേസമയം തങ്ങളെ ചതിച്ചതിനെ കുറിച്ചും ഇപ്പോൾ സൂതപുത്രനായ കർണൻ ചെയ്ത ശപഥത്തെക്കുറിച്ചും എല്ലാം കൂടെ ആകെ മനസ്സിനൊരു സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയായി യുധിഷ്ഠിരന്. ഇത് കണ്ടിട്ട് മറ്റുള്ളവർക്കും ദുഃഖമുണ്ടായി. എങ്കിലും ഇനി അത്ര വർഷമല്ലേ വേണ്ടൂ എന്ന ചിന്തയോടുകൂടി അവർ എങ്ങനെയൊക്കെയോ ജീവിച്ച് പോവുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം വ്യാസഭഗവാൻ അവരെ കാണുവാനായി അവിടെ വന്നു. യഥോചിതം ഭഗവാനെ സ്വീകരിച്ചിട്ട് യുധിഷ്ഠിരൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആ സമയത്ത് യുധിഷ്ഠിരൻ ചോദിക്കുന്ന ചോദ്യം, ഒരു ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. ഭഗവാനെ,
ദാനം, ധർമ്മം, തപസ് ഇവയിൽ ഏതാണ് ഏറ്റവും ദുഷ്കരം? ഇവയിൽ ഏതാണ് പരലോകത്തിൽ അധികം ശ്രേഷ്ഠമായത്? വ്യാസൻ പറഞ്ഞു, ദാനത്തെ പോലെ അത്ര ദുഷ്കരമായി മറ്റൊന്നില്ല. കാരണം മനുഷ്യർക്ക് ധനം നേടുവാൻ അത്രയും വലുതായ അധ്വാനം ആവശ്യമുണ്ട്. ഇങ്ങനെ അധ്വാനിച്ചു നേടിയ ആ ധനം മറ്റൊരാൾക്ക്, ആരുമില്ല, തങ്ങളുടെ ആരുമല്ലാത്ത ഏതെങ്കിലും രീതിയിൽ കഷ്ടം അനുഭവിക്കുന്ന ഒരാൾക്ക് ഉദാരമായി കൊടുക്കുക എന്നതിൽ പരമൊരു പുണ്യം ഈ ലോകത്ത് വേറെയില്ല. അവർ പരലോകത്ത് സുഖമായി ജീവിക്കും എന്ന് വ്യാസഭഗവാൻ പറഞ്ഞു. ഇങ്ങനെ ഇതിനൊരു ഉദാഹരണമായിട്ട് മുദ്ഗലൻ എന്നൊരാളിന്റെ കഥയും ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വ്യാസഭഗവാൻ പറഞ്ഞു, ദാനധർമ്മിഷ്ഠനായ അങ്ങ് ഈ ശോകത്തെ തീരെ വെടിയുക. സമൃദ്ധമായ രാജ്യത്തിൽ നിന്ന് നീ ഭ്രഷ്ടനാണെങ്കിലും അത് നീ തപസ്സുകൊണ്ട് നേടുന്നതാണ്. സുഖാനന്തരം ദുഃഖവും ദുഃഖാനന്തരം സുഖവുമായി ഇവ രണ്ടും ചക്രം പോലെ ചുറ്റിത്തിരിഞ്ഞ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒരു കർഷകൻ വിത്ത് വിതച്ചാൽ അതിന്റെ ഫലത്തിനായി കാത്തിരിക്കുന്നത് പോലെ ഓരോ മനുഷ്യനും ചെയ്തു വെച്ച കർമ്മം ഓരോ വിത്തായിട്ട് അതെപ്പോഴാണോ ഫലമായി പരിണമിക്കുന്നത് അതെന്തായാലും അനുഭവിക്കാൻ കാത്തിരിക്കുക തന്നെ വേണം. അത് ജീവിതത്തിൽ ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുഭവിച്ച് തന്നെ തീർക്കേണ്ടതാണ്. ഇങ്ങനെ സുഖദുഃഖങ്ങൾ വന്നും പോയും കൊണ്ടിരിക്കും, അതിനെ നീ പരിഗണിക്കരുത്. കരാറുപ്രകാരമുള്ള 13 സംവത്സരം കഴിഞ്ഞാൽ ഭവാൻ പൈതൃകമായ രാജ്യം നിശ്ചയമായും നേടും. ഒട്ടും മനസ്സ് വിഷമിപ്പിക്കരുത്. ഇങ്ങനെ ഉപദേശിച്ചിട്ട് വ്യാസഭഗവാൻ വീണ്ടും തപസ്സിനായി ആശ്രമത്തിലേക്ക് പോയി. മഹാ